വെൽക്കം ബാക്ക് ടു സിമ്പിൾ വർക്ക്. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ളൊരു കേക്കിൻ്റെ വീഡിയോ ആണിന്ന്. മലായി കേക്കെന്നോ മിൽക്ക് കേക്കെന്നോ ഒക്കെ പറയാം. നല്ല ടേസ്റ്റാണ് ഈ കേക്ക്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇതുണ്ടാക്കാനായി ആദ്യം തന്നെ നമുക്കൊരു വാനില കേക്ക് റെഡിയാക്കി എടുക്കണം. 4 എഗ്ഗ് വെച്ചിട്ടാണ് ഞാൻ ഈ വാനില കേക്ക് റെഡിയാക്കുന്നത്. കേക്ക് നല്ല സ്പോഞ്ചി ആയിരിക്കണം, ഹാർഡായി പോകരുത്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള വാനില കേക്ക് റെഡിയാക്കാം. കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ട മിൽക്ക് റെഡിയാക്കാം. ആദ്യം തന്നെ ഒരു കടായി അടുപ്പത്ത് വെക്കാം. അതിലോട്ട് 1.5 ലിറ്റർ പാലാണ് ചേർക്കേണ്ടത്. ഒന്നര ലിറ്റർ പാല് ചേർത്ത് അത് തിളപ്പിച്ച് വറ്റിച്ച് 1 ലിറ്റർ ആക്കി എടുക്കണം. 1/2 ലിറ്ററോളം പാല് വറ്റിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ അത് വറ്റിക്കിട്ടും. ഇപ്പം 1/2 ലിറ്ററോളം വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മിൽക്ക് മെയ്ഡാണ് ചേർക്കേണ്ടത്. 1 ടിൻ മുഴുവനായിട്ടും ചേർക്കണം. മിൽക്ക് മെയ്ഡും ചേർത്ത് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് ഒന്ന് തിളച്ചാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. പാൽ 1/2 ലിറ്റർ വറ്റിച്ച് മിൽക്ക് മെയ്ഡും കൂടി ചേർക്കണം. അതാണ് ടേസ്റ്റ്. മിൽക്ക് മെയ്ഡ് ചേർക്കൽ നിർബന്ധമാണ്, വറ്റിച്ചെടുക്കലും നിർബന്ധമാണ്. ഇനി നമുക്ക് ഈ കേക്കിന് ഒരു ഫോർക്ക് വെച്ചിട്ട് ഹോൾട്ട് കൊടുക്കാം. കേക്കിൻ്റെ എല്ലാ സൈഡിലും ഹോൾട്ട് കൊടുക്കണം. എന്നിട്ട് ഒരു ബൗളിലോട്ട് നമ്മുടെ കേക്കിനെ മാറ്റാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച മിൽക്കിൽ 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ കേക്കിലോട്ട് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. മിൽക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ കേക്ക് കുടിക്കും. മുക്കാൽ ഭാഗത്തോളം മിൽക്കും ഒഴിച്ചു കൊടുക്കണം. ഇനി കുറച്ച് ബദാമും കാഷ്യൂസും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ആഡ് ചെയ്യണമെന്നൊന്നുമില്ല. ഞാനത് ഒരു ഡെക്കറേഷന് വേണ്ടി ചെയ്തതാണ്. അതില്ലെങ്കിലും കുഴപ്പമില്ല. അതില്ലാതെയും കേക്ക് നല്ല ടേസ്റ്റാണ്. ഇനി ഇത് റെഡിയാക്കിയിട്ട് ഓവർനൈറ്റ് വെക്കണം. റെഡിയാക്കിയിട്ട് ഉടനെ തന്നെ കഴിക്കരുത്. അതിനേക്കാൾ ടേസ്റ്റ് ഓവർനൈറ്റ് വെച്ചിട്ട് പിറ്റേന്ന് കഴിക്കുന്നതാണ്. തലേന്ന് റെഡിയാക്കിയിട്ട് പിറ്റേന്ന് കഴിക്കുക. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണിത്. നമ്മൾ ഒഴിച്ചു കൊടുത്ത മിൽക്ക് മുഴുവനായിട്ടും കേക്ക് കുടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ച ആ കുറച്ച് മിൽക്ക് ബാക്കിയുള്ളത് സെർവ് ചെയ്യുന്ന ടൈം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കഴിക്കുക. നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.